നമസ്കാരം. സമീപകാലത്ത് കേരളത്തിൽ സംഭവിക്കുന്ന സംഭവവികാസങ്ങൾ ഒട്ടും ആശാവഹമല്ല. നമ്മുടെ ഭാവി തലമുറയെക്കുറിച്ച് നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന, ഭയം ജനിപ്പിക്കുന്ന സംഭവങ്ങളാണ് മിക്കപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റയിൽ നിന്ന് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്വന്തം ചെറുമകൾ, വെറും 13 വയസ്സു മാത്രമുള്ള ചെറുമകൾ തൻ്റെ മുത്തച്ഛനെ, അപ്പൂപ്പനെ കൊല്ലുന്നതിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്തു. ആ 13 വയസ്സുകാരുടെ കൊട്ടേഷനിൽ പൊലിഞ്ഞുപോയത് 67 വയസ്സുകാരൻ്റെ ജീവനാണ്. കാരണം ആ 67 വയസ്സുകാരൻ വീട്ടിൽ 6 പവനോളം സ്വർണം സൂക്ഷിച്ചിരുന്നു. ആ സ്വർണം വിറ്റ് ഐഫോൺ വാങ്ങിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ചെറുമകൾ, വെറും 13 വയസ്സുകാരിയായ കുട്ടി കൊട്ടേഷൻ നൽകിയത്. കൊട്ടേഷൻ വാങ്ങി അദ്ദേഹത്തെ കൊല്ലാൻ പോയതാകട്ടെ വെറും 17 വയസ്സു മാത്രം പ്രായമുള്ള 3 കുട്ടികൾ. അവരുടെ ഉദ്ദേശം ഈ സ്വർണത്തിൽ നിന്ന് കിട്ടുന്ന പൈസ ഉപയോഗിച്ച് ബൈക്ക് വാങ്ങുക എന്നായിരുന്നു. എന്തായാലും അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു. ഈ കുട്ടികൾ അറസ്റ്റിലായി. ഈ കുട്ടികൾ 4 പേരും മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെയും സൂചിപ്പിക്കുന്നത്. വെറും 13 വയസ്സും 17 വയസ്സും മാത്രമുള്ള കുട്ടികൾ പൈസ സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം മുത്തച്ഛനെ കൊല്ലുന്ന രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമൂഹികാവസ്ഥ മാറിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം മയക്കുമരുന്നിൻ്റെ ഉപയോഗം നമ്മുടെ സംസ്ഥാനത്ത് വളരെയധികം അധികരിച്ചിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശശുദ്ധിയിലൊന്നും ആർക്കും സംശയമില്ല. തൂഫാൻ വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതിന് പോലും തടയുവാൻ കഴിയാത്ത വണ്ണം വ്യാപ്തമായിരിക്കുന്നു നമ്മുടെ നാട്ടിലെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്നതാണ് വ്യക്തം. അതുകൊണ്ടാണ് 13 വയസ്സായ പെൺകുട്ടിക്ക് സ്വന്തം മുത്തച്ഛനെ കൊന്ന് പൈസ സമ്പാദിച്ച് ആ പൈസ കൊണ്ട് ഐഫോൺ വാങ്ങിക്കണം എന്ന് തോന്നുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയിൽ സാരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് വ്യക്തം. മറ്റൊന്ന്, നമ്മുടെ കുട്ടികൾക്ക് അവരുടെ മാനസിക നില തെറ്റിയിരിക്കുന്നു എന്നു തന്നെയാണ്. നിരന്തരം ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതോടനുബന്ധിച്ച് തന്നെ ഇടുക്കിയിൽ നിന്ന് മറ്റൊരു പിതാവിൻ്റെ കഥന ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം 1.5 വർഷം, ഏകദേശം 18 മാസത്തോളം സ്വന്തം മകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജയിലിലായിരുന്നു. മകൾ തന്നെ പീഡിപ്പിച്ചു പിതാവ് എന്ന് പറഞ്ഞാണ് പരാതി നൽകിയത്. നമുക്കറിയാം, പോക്സോ കേസിലൊന്നും പിന്നെ ഒരു അപ്പീലില്ല. പരാതി നൽകിയാൽ പരാതി നൽകുന്ന ആളുടെ ഒരു വാദം മാത്രമേ മിക്കപ്പോഴും കോടതികൾ കേൾക്കാറുള്ളൂ. ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ നിരപരാധിയാണോ എന്ന് ശ്രദ്ധിക്കാറില്ല. പ്രത്യേകിച്ചും സ്വന്തം മകൾ ഒരിക്കലും ഒരു അച്ഛൻ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയില്ല. എന്തായാലും ഈ മകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ അച്ഛനെ അറസ്റ്റ് ചെയ്തു. 1.5 വർഷക്കാലം അയാൾ ജയിലിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോടുള്ള ആത്മാർത്ഥതയുടെ ഭാഗമായി വക്കീലിനെ പോയി കണ്ടു. എൻ്റെ ഭർത്താവ് നിരപരാധിയാണ്, മകൾ മനഃപൂർവ്വം തൻ്റെ ഭർത്താവിനെ ചതിച്ച് ജയിലിലാക്കിയതാണെന്ന് പറഞ്ഞു. ഭർത്താവ് ആ കേസ് എടുത്ത് നടത്തി. അവസാനം കോടതി ആ പിതാവിനെ കുറ്റക്കാരനല്ല എന്ന് വിധിക്കുകയായിരുന്നു. സ്വന്തം പിതാവ് ആ കുട്ടിയോട് ചെയ്ത തെറ്റ് എന്തെന്ന് വെച്ചാൽ, ആ കുട്ടി ചെറിയ കുട്ടിയാണ്, 10-13 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി നിരന്തരം ഫോൺ ഉപയോഗിക്കുമായിരുന്നു. ഫോണിൽ ഉള്ള ഉപയോഗം കുറയ്ക്കണമെന്ന് പറയുമായിരുന്നു. മാത്രമല്ല, പെൺകുട്ടിക്ക് മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധമറിഞ്ഞ പിതാവ് അവളെ വിലക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആ ചെറുക്കൻ വീട്ടിൽ വരുന്നു എന്ന ചില സൂചന ഈ പിതാവിന് കിട്ടി. അതിൻ്റെ പേരിൽ ആ കുട്ടിയെ മർദ്ദിച്ചു. സ്വാഭാവികമാണ്, ഈ കൗമാരക്കാരായ പെൺകുട്ടികളുള്ള പിതാക്കന്മാർക്ക് മാത്രമേ അതിൻ്റെ ഒരു വിഷമം അറിയാവൂ. ആ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് മകൾ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു കയറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ദൂഷ്യം നമുക്ക് ഊഹിക്കാവുന്നതാണ്. എന്തായാലും അത് മകൾക്ക് പിടിച്ചില്ല. പോലീസിൽ ആ കാമുകൻ്റെ സഹായത്തോടു കൂടി പരാതി കൊടുത്തു. അങ്ങനെ അച്ഛൻ അകത്തായി. എന്തായാലും അവസാനം കോടതിക്കും സമൂഹത്തിനുമൊക്കെ ആ കുട്ടിയാണ് കുറ്റക്കാരൻ, അയാൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞപ്പോഴേക്കും അയാളുടെ ഒരു മാനത്തിൻ്റെ ഒരു ഇടിവ് നമുക്കറിയാവുന്നതാണ്. അയാൾക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അയാൾ ഏതൊക്കെ രീതിയിലുള്ള മാനസിക അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. മിക്കപ്പോഴും മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം കൊച്ച് 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 എന്നാണ് പറയുന്നത്. ഇത്രമേൽ തന്നെ ദ്രോഹിച്ചിട്ടും ആ മകളെക്കുറിച്ച് മോശമായി എന്തെങ്കിലും പറയുവാൻ ആ അച്ഛൻ തയ്യാറാകുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന് ആ മകളോടുള്ള ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ ഒരു ആഴം നമ്മളെ വ്യക്തമാക്കി തരുന്നത്. മറ്റൊന്ന്, ഒരിക്കൽ അമ്മ ഈ കുട്ടിയുടെ റൂമിൽ ഈ കാമുകനെ കാണുകയും പിന്നെ നാട്ടുകാരെ വിളിച്ചറിയിക്കുകയും ഒക്കെ ചെയ്തു. നാട്ടുകാർ കൂടി ആ കാമുകനെ ആ വീട്ടിനുള്ളിൽ വളഞ്ഞപ്പോഴാണ് ഈ കുട്ടിയാണ് തെറ്റുകാരി എന്ന് സമൂഹത്തിനും വീട്ടുകാർക്കും അയൽക്കാർക്കും ഒക്കെ മനസ്സിലാകുന്നത്. അല്ലായിരുന്നെങ്കിൽ അയാളുടെ ജീവിതം മുഴുവനും ജയിലിൽ എരിഞ്ഞടങ്ങി പോകുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി മറ്റൊരു കാര്യം കൂടി ഇന്ന് സംഭവിക്കുന്നുണ്ട്. അത് UK സെറ്റിൽഡായ കൊല്ലത്തു നിന്നുള്ള ദമ്പതികളുടേതാണ്. ദമ്പതികളിൽ വനിത അവർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. തൻ്റെ നഗ്ന ചിത്രങ്ങൾ
പോൺ സൈറ്റിൽ തൻ്റെ ഭർത്താവ് വിറ്റു എന്നാണ്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ പകർത്തി ഭർത്താവ് പോൺ സൈറ്റിൽ വിറ്റു. മാത്രമല്ല, വെറും 4 വയസ്സ് മാത്രമുള്ള പെൺകുട്ടികൾക്ക് മുന്നിൽ വെച്ച് അയാൾ ലൈംഗിക വൈകൃതങ്ങൾ കാണിക്കുന്നു. അതിനേക്കാളേറെ നമ്മളെ വിഷമിപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ സ്വന്തം അമ്മയുടെ നഗ്ന ചിത്രങ്ങൾ, അവർ സാരി മാറുന്നതോ കുളിക്കുന്നതോ ആയ ചിത്രങ്ങളൊക്കെ ഇയാളെടുത്ത് സ്വന്തം ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പരാതി കൂടി ആ ഭാര്യ പോലീസിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് എന്ന് നമുക്ക് ഊഹിക്കാം. വിദ്യാഭ്യാസമുള്ളവരാകട്ടെ വിദ്യാഭ്യാസമില്ലാത്തവരാകട്ടെ എല്ലാവരും ഒരു ലൈംഗിക അരാജകത്വത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ ഒക്കെയും പിടിയിലേക്ക് അകപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് വാസ്തവം. നമ്മുടെ സമൂഹത്തിന് മൊത്തമായിട്ട് ഒരു ചികിത്സ വേണ്ടി വരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എപ്പോഴും കഴിഞ്ഞ 1-2 വീഡിയോയിലൊക്കെ പറയാറുള്ളത് പോലെ നമ്മുടെ പഞ്ചായത്തുകളിൽ, നമ്മുടെ വാർഡ് തലങ്ങളിലൊക്കെയും ഈ സൈക്കാട്രിസ്റ്റിനെ കാണുവാനുള്ള സാഹചര്യം നമ്മുടെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമൊക്കെ ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രമേൽ തെറ്റിപ്പോയൊരു മാനസിക അവസ്ഥയുടെ പിടിയിലാണ് കേരളത്തിൻ്റെ യുവസമൂഹം എന്ന് പറയാതിരിക്കുവാൻ വഴിയില്ല. മാനസികാരോഗ്യ വിദഗ്ധന്മാരുടെ ഒക്കെയും ഒരു സേവനം അവർക്ക് ലഭ്യമാകണം. അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലെങ്കിൽ അങ്ങനെ തന്നെ തുടങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഒരു ആധിക്യം. മിക്കപ്പോഴും പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലങ്ങളൊക്കെയും മയക്കുമരുന്നിൻ്റെ പിടിയിൽ അകപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറയുന്നു. അവിടെ ലൈംഗിക അതിക്രമവും അതുപോലെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗമൊക്കെ അധികമാണ് എന്ന് വാർത്താ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്തായാലും സർക്കാർ അതിനെ തടയുവാനുള്ള മുൻകരുതലുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. രമേശ് ചെന്നിത്തല അവിടെ സന്ദർശിച്ച് അദ്ദേഹം ഹിന്ദിയിൽ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഹിന്ദിയിലൊക്കെ വളരെ അഗ്രഗണ്യനാണ്. എന്തായാലും അവിടെയും ഇത്തരം പ്രവർത്തനങ്ങൾ കുറഞ്ഞു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ നമ്മൾ എത്രത്തോളം ശ്രമിച്ചുവാലും നിയന്ത്രിക്കുവാൻ കഴിയാത്തവണ്ണം മയക്കുമരുന്നിൻ്റെയും അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെയും ഒക്കെ ഉപയോഗം നമ്മുടെ സംസ്ഥാനത്ത് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കണക്ക്. നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾക്കങ്ങനെ ഒരു വിചാരമുണ്ടാകാം, നമ്മുടെ കുട്ടികളാണ്, നമ്മൾ ചേർത്ത് പിടിച്ചവരാണ്, അവരൊരിക്കലും വഴിതെറ്റി പോകില്ല എന്നൊരു വിചാരം നമ്മൾ മാതാപിതാക്കൾക്കുണ്ടാകാം. പക്ഷേ ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ് പറഞ്ഞു പോകേണ്ടത്. കുട്ടികളാണ്, അവരെപ്പോൾ എങ്ങനെയാണ് വഴിതെറ്റുക എന്നറിയില്ല. അതുകൊണ്ട് അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ ഫോണുകൾ പരിശോധിക്കുക, എത്തരത്തിലുള്ള ബന്ധങ്ങളിലാണ് അവർ കടന്നു പോകുന്നത് എന്ന് നമ്മൾ നിരന്തരം ശ്രദ്ധിക്കുക. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ അന്വേഷിച്ച് ചെല്ലുക. ഇടയ്ക്കിടയ്ക്ക് അവർ പോകുന്ന ബസ്സുകളിൽ ഫോളോ ചെയ്യുക, അവർ എവിടേക്കാണ് പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അല്ലെങ്കിൽ നമ്മുടെ തലമുറ നമ്മളിൽ നിന്ന് കൈവിട്ടു പോകും. അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. ലൈംഗിക അരാജകത്വത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ ഒരു അധിക പ്രസരത്തിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിലേക്ക് കേരളം കടന്നു പോകുന്നു എന്നത് വിഷമകരമാണ്. ഓരോ ദിവസവും എത്രയെത്ര വാർത്തകളാണ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റെന്തിനാണ് കഴിയുക. തൽക്കാലം ഈ വീഡിയോയുമായി ഇടവാങ്ങിയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.